രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് അടിപിടി അങ്ങനെ കൂടുവാണ്. UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ, മെയ് 4-ന് മുമ്പ് തന്നെ ഇവരെല്ലാം കൂടെ മുഖ്യമന്ത്രി ആരാവണമെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുവാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഒരു ചർച്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം KC വേണുഗോപാലിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ പ്രതികൂലിച്ചൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ KCയെ പിന്തുണച്ചുകൊണ്ട് സന്ദീപ് വാര്യരും അതുപോലെ K സുധാകരനൊക്കെ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്ക് ഒരു ഇത് കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പം VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ K സുധാകരൻ ആരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ആരാവണം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ആരാവണം അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള കേപ്പബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ മുഖ്യമന്ത്രി ആവാൻ ഒരു 100-ൽ ഒരു 80% അർഹതപ്പെട്ടൊരാൾ ആരാണെന്ന് കമൻറ്റ് ചെയ്യണം. UDF കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഇപ്പം നിലവിലുള്ള മുതിർന്ന നേതാക്കന്മാരിൽ. അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇവരൊക്കെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ട് പുതിയ തലമുറ ഉണ്ടല്ലോ, യുവ നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലിനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെയൊക്കെ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുത്തിട്ട് അവരെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇനി വരുന്നൊരു ജനറേഷൻ അല്ലെങ്കിൽ കേരളത്തിന് ഒരു നല്ലൊരു മാറ്റം. കാരണം ഇവരെയൊക്കെ ഐഡിയാസിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിനൊക്കെ നടക്കും. അത് വേറെ കാര്യം. അപ്പം ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെയൊക്കെ ഈ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു സജസ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ചുമ്മാ കസേരയ്ക്ക് വേണ്ടി മാത്രം കടിപിടി കൂടുന്ന, കാരണം ഒരു പ്രവർത്തനത്തിന് പോലും ഇറങ്ങാത്ത, ഒരു പരിപാടിക്ക് പോലും പങ്കെടുക്കാത്ത മുതിർന്ന നേതാവാന്ന് പറഞ്ഞിട്ട് അവർക്ക് മുഖ്യമന്ത്രി കസേര കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പം ഞാൻ പറയുന്നത് യുവ നേതാക്കളായിട്ടുള്ള നല്ല നട്ടലുള്ള ആളുകൾക്ക്, അതിനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ പരിഗണിക്കുക മുഖ്യമന്ത്രി കസേരയിലേക്ക്. അല്ലാതെ ഈ പറയുന്ന പോലെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ആളുകളെയൊക്കെ, ഒരു പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളൊക്കെ മുഖ്യമന്ത്രിയാക്കിയിട്ട് എന്ത് നേടാനാണ്? ചുമ്മാ 5 വർഷം 10 വർഷം എങ്ങനെയും തള്ളി നീക്കിക്കൊണ്ട് പോകുന്നതല്ലാതെ അവരെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം തന്നെ വാർത്തയിലേക്ക് പോകാം. എന്നിട്ട് സന്ദീപ് വാര്യർ പ്രതികരിക്കുന്നുണ്ട്, അതുപോലെ K സുധാകരൻ പ്രതികരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോകാം. മാധ്യമ ചർച്ചകളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണച്ച് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ രംഗത്തെത്തുകയാണ്. K സുധാകരന് പിന്നാലെ റോജി M ജോൺ, സന്ദീപ് വാര്യർ, രമ്യ ഹരിദാസ്, ലൂഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അനിതാ ബാബു തുടങ്ങിയവർ KC അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ട K സുധാകരനെതിരെ വൻ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ അനുകൂലിച്ച PJ കുര്യൻ രംഗത്ത് വന്നിരുന്നു, മുഹമ്മദ് ഷിയാസ് VD സതീശന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു, അവരത് തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി K സുധാകരൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഒട്ടേറെ നേതാക്കൾ ഈ ചുവട് പിടിച്ച് സമാനമായ രീതിയിൽ KCയെ അനുകൂലിക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ് അമല. അമൃത, അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ചില ചാനൽ ചർച്ചകളിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചില ചർച്ചകൾ ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ഇത്തരത്തിൽ പ്രതികരിച്ചത് K സുധാകരനാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് K സുധാകരൻ ഒരു FB പോസ്റ്റ് ഇട്ടത്. കാരണം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെ നന്നായി അറിയാം, പ്രവർത്തകരെ സ്വാധീനിക്കാനും അറിയാം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടം എന്നാണ് K സുധാകരൻ പങ്കുവച്ചത്. അങ്ങനെ ഒരാളുടെ നേതൃത്വം
കേരളത്തിന് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതായത് കെ സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ വരണമെന്ന് തന്നെയാണ്. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ സുധാകരന് കണ്ണൂരിലെ സീറ്റ് നഷ്ടമായതിന് പിന്നിൽ വി.ഡി. സതീശൻ എന്നാണ് കെ സുധാകരന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കെ സുധാകരനെ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ, റോജി എം ജോൺ, അരുത ബാബു തുടങ്ങി അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കെ.സി. വേണുഗോപാൽ നേതൃനിരയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പാർട്ടി തന്നെ നയിക്കാനായി എത്തുന്നത് കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ച ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തോൽവികൾ ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് പാർട്ടിയെ നയിക്കാൻ കെ.സി. വേണുഗോപാൽ എത്തിയത്. അങ്ങനെ ഒരാളെ തള്ളിപ്പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കെ.സിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ചർച്ച കൊണ്ടുവന്നത് പി.ജെ. കുര്യനാണ്. പി.ജെ. കുര്യൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷം മുഹമ്മദ് ഷിയാസ് എറണാകുളം ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെന്നാണ് ഹൈബീഡനെ പോലെയുള്ള മുൻനിര നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കെ.സിക്ക് വേണ്ടി കെ സുധാകരൻ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതികരണം കെ.സിയുടെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമയത്ത് അത് പാർട്ടി തന്നെ അല്ലെ ഹൈക്കമാൻഡ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് മുതിർന്ന നേതാക്കൾ നിലപാടെടുത്തത്. അതിനുശേഷമാണ് അത്തരം ഒരു ചർച്ച കോൺഗ്രസിൽ അവസാനിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ചില ചാനൽ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് ചില ചർച്ചകൾ വന്നത്. അതിന് പിന്നാലെയാണ് എന്തായാലും വീണ്ടും ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് കെ.സി. വേണുഗോപാൽ വരട്ടെ എന്നുള്ള തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും ഒക്കെ തയ്യാറാവുകയും ചെയ്തതെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ഇതിൽ പാർട്ടിയിലെ തന്നെ മറ്റുള്ള നേതാക്കൾ ഇന്ന് എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണം 3 പേരുടെ പേരുകളാണ് നിലവിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, ഈ 3 പേരുകളാണ്. പലരും അത് പരസ്യമായി പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി നിലപാട് എന്താണ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമലേന്റെ അമൃത. ശരി, ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരുടെയും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും ഒക്കെ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമായിരിക്കും? അത് തന്നെയാണ്. ഇതിപ്പോ കെ സുധാകരനെ നോക്കുകയാണെങ്കിൽ ഒരു പിന്തുണ കൊടുത്തിട്ട് വലഞ്ഞു പോയൊരവസ്ഥയാണ്. ഫേസ്ബുക്കിലൊക്കെ കമന്റ് ബോക്സ് ഒക്കെ പൊട്ടിക്കെട്ടവസ്ഥയാണ്. അതിനു മാത്രം ഓക്കെ, ഒന്നത്തെ കാര്യം റിസൾട്ട് വന്നില്ല. അതിന് മുമ്പേ UDF-നകത്ത് മുഖ്യമന്ത്രി ആരാവും, മുഖ്യമന്ത്രി ആരാവണം എന്നൊക്കെ ഉള്ള ചർച്ചകൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആരാണോ കഷ്ടപ്പെട്ടിട്ടുള്ളത്, അതിന് സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും പാർട്ടിക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഇപ്പം ഇലക്ഷൻ്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരാണോ അവർ മുഖ്യമന്ത്രിയാവണം. എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുതിർന്ന സീനിയർ നേതാക്കന്മാരിൽ വി.ഡി. സതീശൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ മുഖ്യമന്ത്രി ആവാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള പുള്ളിയുടെ കഴിഞ്ഞ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ മറ്റുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല, അതുപോലെ കെ.സി. വേണുഗോപാൽ, കെ സുധാകരൻ ഇവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മുൻതൂക്കം എനിക്ക് വി.ഡി. സതീശനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് എനിക്ക് ഒട്ടും യോജിപ്പില്ല വി.ഡി. സതീശൻ എടുത്ത നിലപാടിനോട്. പക്ഷേ പുള്ളിക്ക് മുഖ്യമന്ത്രി ആവാനൊരു ഇതുണ്ട്, അത് വേറെ കാര്യം. ഇനി സന്ദീപ് വാര്യർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നുണ്ട്. മീഡിയ വണ്ണിലെ ചർച്ചയ്ക്ക് ശേഷം കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ വരുന്നുണ്ട്. സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്കിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ വെച്ച് തരാം, ഒന്ന് കണ്ടു. ഓക്കെ, കെ.സി. വേണുഗോപാലിന് എന്ത് അർഹത എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം ഇന്നലെ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അർഹത അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ പദവികൾ വഹിച്ചിട്ടുണ്ട്, ദീർഘകാലത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയ ശേഷം രാജ്യത്ത് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാനും അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു എഫർട്ട് ഉണ്ട്. അത് കാണാതെ പോകരുത്. ഭാരത് ജോഡോ യാത്ര ഏറ്റവും വലിയ ഉദാഹരണമല്ലേ.
രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അതിൻ്റെ ചാലക ശക്തി ആരായിരുന്നു? ശ്രീ KC വേണുഗോപാലായിരുന്നു. അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അത് പൂർണ്ണമാക്കി അതിന് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുറച്ച് 1 മണിക്കും 2 മണിക്കും വരെ ഫോൺ ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചറിയുകയും ഉപദേശം തരികയും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. മറ്റൊന്ന്, വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ സുരക്ഷിതമായിരിക്കും, നിനക്ക് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് നൽകും എന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ചതും ശ്രീ KC വേണുഗോപാലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം. കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒന്നിലേറെ പേരുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള വലിയൊരു വൈബ്രന്റ് ലീഡർഷിപ്പ് കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസിന്റെ ദൗർബല്യമല്ല, അത് കോൺഗ്രസിന്റെ കരുത്താണ്. വിശാലമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇടതുപക്ഷത്തെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് നേതാക്കന്മാരില്ല, പിണറായി അല്ലാതെ മറ്റൊരു പേര് പോലും അവർക്ക് പറയാനില്ല. പക്ഷേ ഇത് കോൺഗ്രസിന്റെ കരുത്താണ്, കോൺഗ്രസിന്റെ ദൗർബല്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുമുള്ള പരിശ്രമങ്ങളാണ്. അത് തിരിച്ചറിയാൻ UDF പ്രവർത്തകർക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരും. ആ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒന്നിലധികം നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ആര് വന്നാലും അത് സ്വീകരിക്കാൻ ഉള്ള ഹൃദയവിശാലതയും പാർട്ടി സ്നേഹവും പാർട്ടി കൂറും കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കും. അതിലൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കും. കോൺഗ്രസ് പ്രവർത്തകർ ജാഗ്രത. ഓക്കെ, സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് ഒരു യോജിപ്പുണ്ട് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് KC വേണുഗോപാൽ മാത്രമല്ല കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്, VD സതീശനൊക്കെ എന്തൊരു പ്രവർത്തനമായിരുന്നു. VD സതീശനൊക്കെ കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ അറ്റം വരെയുള്ള യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ പുള്ളിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ടതാണ്. അതുപോലെ ഷാഫി പറമ്പിലൊക്കെ ഓടി 60 മണ്ഡലങ്ങളിലൊക്കെ ഓടി പ്രവർത്തിച്ചത്. അത്രയൊന്നും എന്തായാലും KC വേണുഗോപാലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം VD സതീശനും മുഖ്യമന്ത്രിയാവാനുള്ളൊരു അർഹത പുള്ളിക്കുമുണ്ട്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ യുവാക്കളായിട്ടുള്ള ഷാഫിയും അതുപോലെ രാഹുലൊക്കെ കയറി വരട്ടെ, അവർക്കും അവസരങ്ങൾ കൊടുക്കാം. അപ്പോൾ സീനിയോറിറ്റി വെച്ച് മാത്രം മുഖ്യമന്ത്രി പദവി കൊടുക്കേണ്ട കാര്യമില്ല. കഴിവും കേരളത്തിനെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഉള്ള ആളുകൾക്ക്, കഴിവുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നാലേ കാര്യമുള്ളൂ, അല്ലാതെ കാര്യമൊന്നുമില്ല. ഇനി സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചുകൊണ്ട് സുധാകരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിശ്ചിതനായ സംഘാടകനും ശക്തനായ നേതാവുമായ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ നിർവഹിച്ച് രാഹുൽജിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അത് ഒരു നേതാവിൻ്റെ സംഘടനാ മികവിൻ്റെ തെളിവാണ്. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരമൊരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ ശ്രീ K കരുണാകരൻ, ശ്രീ AK ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ വയലാർജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ വിഷാദബോധത്തോടെ നയിച്ച മഹാൻ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി ഉയരാൻ KCക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഒരു നേതാവിൻ്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവുമാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത്തരം നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. കോൺഗ്രസിനും UDFനും ശക്തമായ
ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്ത് വരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാലൻ ഉയരട്ടെ. ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ. ഇവിടെ സുധാകരൻ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു VD സതീശൻ ആവരുതെന്ന്, മുഖ്യമന്ത്രി ആവരുതെന്ന് സുധാകരൻ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് KC വേണുഗോപാലിനെ പിന്തുണച്ചിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ തമ്മിൽ അതുണ്ട്. കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരയ്ക്ക് വേണ്ടിയുള്ള കളി, അടി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തിത്തിരിപ്പും കുതുകാൽ വെട്ടലൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഇതൊക്കെ ഈ പോരായ്മയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒത്തൊരുമയോടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇത് തന്നെ ഇവർക്ക് കെട്ടിപ്പടുക്കാം, നല്ലൊരു ബേസ് തന്നെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തൊരുമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളെ ചവിട്ടിത്താത്തിയിട്ട് അടുത്താക്ക് കയറി പോവുക. കഴിവുള്ളവരെ ഇപ്പം പിന്നെ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞതുപോലെ, സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭരണപക്ഷത്തേക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ പിണറായി അല്ലാതെ മുഖ്യമന്ത്രിക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ പേര് പറയാനോ ഒന്നും അതിനകത്തില്ല. അതുകൊണ്ട് അവർക്ക് ഒരാളെ പേരെ പറയാൻ പറ്റും. പക്ഷേ ഈ കോൺഗ്രസ്സിലേക്ക് വരുമ്പോഴേക്കും പറയാനെ കൊണ്ട് ഈ പറഞ്ഞ VD സതീശൻ്റെ പേരുണ്ട്, അതുപോലെ യുവ നേതാക്കളുണ്ട്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, പിന്നെ അതുപോലെ സുധാകരനുണ്ട്. സീനിയറായിട്ടുള്ള ആളുകളെ പേര് പറയാനാണ് മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് പറയാനാണെങ്കിൽ സുധാകരനുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്തായാലും രമേശ് ചെന്നിത്തലയും കൂടെ ഇതിനെ പ്രതികരിക്കുന്നുണ്ട്. പുള്ളിയുടെ വീഡിയോ പുള്ളി കരഞ്ഞുകൊണ്ടാണ്, മനസ്സിൽ കരയുന്നുണ്ട്. വെളിയിൽ വേറെ ഒന്നാണെങ്കിലും പുള്ളി മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. ഇപ്പം അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സിലേക്ക് വരുവാണെങ്കിൽ ഈ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹതപ്പെട്ട ഒന്നിലധികം പേരുണ്ട്, ഒന്നിലധികം. പക്ഷേ നേരെ അപ്പുറത്തോട്ട് വരുവാണെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ വേറൊരു പേരില്ല അവിടെ. അപ്പോൾ ഞാൻ എന്തായാലും രമേശ് ചെന്നിത്തല പറയുന്നതെന്ന് കൂടെ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കേട്ടോക്കെ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച അനാവശ്യമാണെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരും വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇത്തരം വിവാദങ്ങൾ ജനങ്ങളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മനോവീര്യം തകർക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണ്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ആ മെഷീൻ സേഫ് കസ്റ്റഡിയിലാണ്. അത് പൊട്ടിച്ചിട്ടില്ല, എണ്ണിയിട്ടില്ല. 4-ാം തീയതി മാത്രമേ വോട്ടെണ്ണി തുടങ്ങൂ. അപ്പോൾ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഞാൻ ഏതായാലും ഈ വിവാദത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലും ആർക്കെങ്കിലും അനുകൂലമായിട്ടോ എനിക്ക് അനുകൂലമായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരം വിവാദങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. നടക്കുന്ന ഈ ക്യാമ്പയിന് പിന്നെ ഒരു ആസൂത്രണ സ്വഭാവം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും ഒരു പ്രസക്തിയുമില്ല. അത് ജനങ്ങൾക്കും അത് പ്രവർത്തകർക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അതുണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. അല്ല, എല്ലാ വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ള ഒറ്റ വാചകമാണ് എനിക്ക് അതിനെപ്പറ്റി എല്ലാം പറയാം. അങ്ങ് മുഖ്യമന്ത്രി ആവണമെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പെട്ടെന്ന് ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ അതിലൊരു മാറ്റം, അതിനെങ്ങനെ കാണുന്നത്? സുധാകരൻ എൻ്റെ നല്ല സുഹൃത്താണ്. ഓക്കെ, എന്നാലും രമേശ് ചെന്നിത്തല കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അവസാനത്തെ ആ ഡയലോഗ്, ആ ചിരിയിലെല്ലാം ഉണ്ട്. കാരണം
എനിക്കൂടെ ഒരു മുഖ്യമന്ത്രി കസേര കിട്ടുവാണെങ്കിൽ നല്ലതാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു തോന്നലുണ്ടെന്ന് എല്ലാ ആളുകൾക്കും അറിയാം, അധികാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആര് മുഖ്യമന്ത്രി ആവണം, UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് 50K സബിലോട്ട് എത്തിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.